ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ഡെയ്സി പ്ലാന്റാണ്. ഡബിൾ പെറ്റൽസിൻ്റെ നല്ല ഭംഗിയായിട്ട് നിറയെ ഫ്ലവർ പറഞ്ഞ ഡെയ്സി പ്ലാന്റ്. അതിൻ്റെ കെയറിങ്, അതിൻ്റെ തൈ മാറ്റി നടേണ്ട രീതിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വേറെ കളർ നല്ല ഭംഗിയുള്ളൊരു മജന്ത കളറാണ് ഇത് വൈറ്റ് കുഞ്ഞു ചെടിയിലാണ് ഫ്ലവറായി നിൽക്കുന്നത്. മറ്റുള്ള ഫ്ലവറിനേക്കാളും ഇതിന് വൈറ്റിനെത്തി വലിപ്പം കൂടുതലായിട്ടാണ് തോന്നുന്നത്. എൻ്റെ ഇതളുകൾക്ക് ഇത്തിരി നീളം കൂടുതലുണ്ട്. നല്ല ഭംഗിയല്ലേ പ്ലാന്റ്. ഇതൊരു വൈറ്റാണേ. ഇതിൽ നിറയെ മുട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഫ്ലവറാവും. ഇതിൻ്റെ കളറേ അതാണെന്ന് അറിയാൻ വയ്യ. ഒരു ചവിട്ടിൽ നിന്നാണ് ഇങ്ങനെ വന്നിട്ട് നിറയെ മുട്ട വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഡെയ്സി പ്ലാന്റ് ഞാൻ വച്ച് നോക്കിയിട്ട് എനിക്ക് ഈ പ്ലാന്റ് മഴയത്തിരിക്കുമ്പം എൻ്റെ കയ്യിൽ നിന്ന് അഴുകി പോണതായിട്ടാണ്. എനിക്ക് നല്ല മഴയുള്ളപ്പോൾ എൻ്റെ ചുവട് മൊത്തം അഴുകി പോണേ. ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് ഈ പ്ലാന്റ് കിട്ടണത്, നല്ലതായിട്ട് കിട്ടണത്. അതിൻ്റെ കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു, മഴയത്ത് വെച്ചിരുന്നു. അത്രയും എനിക്ക് ചീഞ്ഞു പോയി. അപ്പോൾ ഇതിന് മഴ നേരിട്ട് കൊള്ളണം. അടുത്ത് ചെറിയ മഴയൊക്കെ കുഴപ്പമില്ല. നമുക്ക് തുടർന്ന് കിട്ടണം. മഴയുള്ള സമയത്ത് ഈ പ്ലാന്റ് എവിടെയെങ്കിലും ഷെയ്ഡിലോട്ടൊന്ന് മാറ്റി വെക്കണം. ഇതിന് ഇത്തിരി വെയിൽ വേണം. ഇത്തിരി നല്ല വെയിൽ കിട്ടി അത്രയും ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല നിറയെ ഫ്ലവറും വരണുണ്ട്, മട്ടൊക്കെ വരണുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പോട്ടി മിക്സായിട്ട് കൊടുക്കേണ്ടത് സാധാരണ മണ്ണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. സാധാരണ മണ്ണ് ഞാൻ എടുക്കുമ്പോൾ ചെളി കെട്ടാത്ത കൂടുതലായിട്ട് മണലും കൂടെ ചേർക്കാറുണ്ട്. ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ തന്നെ എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചേർത്തിട്ടാണ് ഇത് നടാം ഈ പ്ലാന്റ്. പിന്നെ നമുക്ക് അടുത്ത് പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ അറിയാം ഇങ്ങനെ തൈ ഇങ്ങനെ പൊട്ടി വരും. നമ്മൾ അതിനെ വേരോട് കൂടി ഇങ്ങനെ ഒരു പ്ലാന്റ് നല്ല റൂട്ടോട് കൂടി ഒരു പ്ലാന്റ് നമുക്ക് എടുത്ത് ഇത് നല്ല ഫ്ലവറായി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ചോളണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അതിൽ നിന്നിട്ട് ഫ്ലവറായി മാറും. നമുക്ക് തൈ കിട്ടാൻ പാടായിരിക്കും. തൈ മാറ്റി വെച്ചോളണം. ഇത് നിൽക്കുന്ന നിലയിൽ ചില സമയത്ത് ഇതങ്ങ് ചീഞ്ഞ് പോകാറുണ്ട്. മൂട് ഫുള്ളും നമ്മളെ കയ്യിൽ നിന്നങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് തൈകളിങ്ങനെ മാറ്റി നമ്മൾ പിടിപ്പിച്ചോളണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കളറ് പോവും. ചിലതിൽ നല്ല ഇതിലൊക്കെ ഇത്തിരി തൈകളുണ്ട്, പൊട്ടി വരും. ചില ടൈപ്പിൽ ഇതിലൊക്കെ കണ്ട തൈകളില്ല, ഇനി വരണമെങ്കിലേ ഉള്ളൂ. ഒന്നോ രണ്ടോ തൈ ഇങ്ങനെ വരെയുള്ളൂ. ചില സമയത്ത് നല്ല വെയിലത്തൊക്കെ ഇരുന്ന് നിറയെ പ്ലാന്റ് വരുമെന്ന് തോന്നണം, നിറയെ തൈ. ഇപ്പം മഴയൊക്കെ ആയിരുന്നല്ലേ, ഇനി നമുക്ക് തൈകൾ നിറയെ കിട്ടണമെങ്കിലേ ഉള്ളൂ. ഒരുപാട് പേര് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സെയിമായിട്ടിതില്ല. അപ്പം നമുക്ക് പറയാം. പിന്നെ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് നമുക്ക് NPK സ്പ്രേ ചെയ്തും കൊടുക്കാം. ജൈവ കമ്പോസ്റ്റ്, ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ ഇതിൻ്റെ ചുവട്ടിയിടുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ നല്ല ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാൻ നല്ലതേ. ഡെയ്സി പ്ലാന്റ് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ചെയ്യണേ. ഓക്കേ.